എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന ഒരു നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാം നമുക്ക് നൽകുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമാണല്ലോ. പക്ഷേ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു പ്രധാന വാക്കുണ്ടല്ലോ, എനിക്കൊന്നിനും നേരമില്ല എന്നാ പറയുക. നമുക്കൊരു കാര്യത്തിനും നേരമില്ലെന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ആ മാറ്റങ്ങളെ ഉണ്ടാക്കി അവ നേരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള പ്രായോഗികമായിരിക്കുന്ന അവസ്ഥകളെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, അഥവാ സ്വയം നമ്മൾ ഇവയ്ക്കെല്ലാം സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മളുടെ ജീവിതമെല്ലാം നേരെയാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരമില്ല എന്ന് പറയുന്നവർ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തെ കൃത്യമായി കണ്ടെത്തിയാൽ എല്ലാ കാര്യങ്ങളും നേരെയാകും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് നേരമുണ്ടാകണം. കാരണം സമയം ഈശ്വരൻ നമ്മുടെ കയ്യിലേക്കാണ് തന്നത്. അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇരുന്ന് നമുക്ക് നമ്മളുടെ നേരം കളയാം. അതല്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. വെറുതെ ഇരുന്ന് സമയം കളയുന്നവരായി അല്ലെങ്കിൽ സമയം കൊല്ലികളായി നമ്മൾ ഓരോരുത്തരും മാറപ്പെടുകയാണ്. വെറുതെയാണ് പലപ്പോഴും ഒരു ദിവസത്തിൽ, അതായത് 100 ദിവസം ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ 50 ദിവസവും നമ്മൾ ഉറങ്ങുന്നവരാണ്. ബാക്കിയുള്ള 50 ദിവസത്തിൽ 25 ദിവസം നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. അത് ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം, അതല്ലാതെ ജോലിയോടുള്ള ആത്മാർത്ഥതകളല്ലല്ലോ കൂടുതലുള്ളത്. അത് ബാക്കിയുള്ള 25 ദിവസത്തിൽ 10 ദിവസം നമ്മൾ വെറുതെ ഇരുന്ന് കളയും. പിന്നെയുള്ളത് വെറും 15 ദിവസമാണ് ജീവിതത്തിൽ. 100 ദിവസം അനുവദിക്കപ്പെട്ട് തന്നിട്ടുള്ള നമുക്ക് വെറും 15 ദിവസമേ ഉള്ളൂ നമ്മളായി ജീവിക്കാൻ, നമ്മളുടേതായ രീതിയിലേക്ക് പോകുവാൻ. നമുക്ക് നമ്മളുടേതായിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് എന്ന് ഈ സമൂഹത്തിന് ബോധ്യമാകുന്നത് നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരവും പ്രയോജനകരവുമായി മാറുന്ന വിധത്തിലാണ്. പണ്ട് അരിയിടുന്ന അമ്മ അരി അളന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പിടി അരിയും കൂടി ഇടുന്നത് ഒരു പ്രതീക്ഷയുടെ ഭാഗമാണ്. ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാലോ, എന്നാൽ അവർക്ക് കൂടി കൊടുക്കാൻ ഒരല്പം ചോറുണ്ടാകണം എന്നുള്ളതുപോലെ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന കാര്യങ്ങൾ, നമുക്ക് മാത്രം പ്രയോജനമുണ്ടാകണമെന്ന് മാത്രം സ്വാർത്ഥമായി ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് കൂടി ഗുണകരവും ആനന്ദകരവുമായി കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും എന്നും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു നല്ല ദിവസമാകട്ടെ ഇന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.